ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ്. പുറത്ത് നല്ല മൊരിഞ്ഞിരിക്കുന്ന അതേസമയം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതെല്ലാവർക്കും തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൽ ഞാൻ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 2 കപ്പ് ഉഴുന്നാണ്. ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എപ്പോഴും ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് കൂടുതൽ നന്നാവുക. ഇങ്ങനെ പകുതി മുറിഞ്ഞിരിക്കുന്ന പിളർന്ന ഉഴുന്നല്ല, ഇതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്ന് തന്നെ എടുക്കുക. അത് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കാം. ഉഴുന്ന് കഴുകിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നതാണ്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുകയാണെങ്കിൽ ഉഴുന്നുവടയ്ക്ക് ഒരു പ്രത്യേക മയം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉലുവ കൂടി ചേർത്ത് നോക്കുക. ഇനി ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഒരു 3 മണിക്കൂർ നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. ഈ ഉഴുന്നിപ്പോൾ ഞാനൊരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 5 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെറിയ ജാറിൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി അരഞ്ഞ് കിട്ടാനായിട്ട് നല്ലതാണ്. ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോഴും ഓരോ ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലത്. പക്ഷെ അരഞ്ഞ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ടേബിൾ സ്പൂൺ ഓരോ ബാച്ചിലും വെള്ളം ചേർക്കാൻ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഈ ഒരു ബാച്ചിൽ ചേർത്തത്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് ഉണ്ടാവേണ്ടത്. എന്നിട്ട് അത് ഞാനിതിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ മുഴുവൻ ഉഴുന്നും അരച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ മാവ് മുഴുവൻ ഞാൻ അരച്ചെടുത്തത്. എല്ലാ ഉഴുന്നും ഇപ്പോൾ അരച്ച് തീർന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിതിൽ ചേർത്തത്. ഒരുപാട് വെള്ളം കൂടരുത്, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പൊന്തി വരണം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആക്കി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കൈ കഴിക്കുമ്പോൾ കുറച്ച് സമയം നിർത്തിയിട്ടാക്കിയാലും മതി. എന്തായാലും ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അത് ശരിക്ക് കറക്റ്റ് പരുവത്തിനായോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയൊരു ബോള് പോലെ ആക്കുക. എന്നിട്ട് അതൊരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇട്ട് നോക്കുക. അപ്പോൾ അത് പൊന്തിക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടുമെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി നമ്മുടെ മാവ് ഒന്ന് അടച്ചിട്ട് 1/2 മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കുക. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിനുശേഷം നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർത്തിട്ട് വട ഉണ്ടാക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. നല്ല കട്ടിയിൽ വരും. ഇനി നമുക്ക് ഇതിലോട്ട് മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ അടുത്തതായിട്ട് ചതച്ചെടുത്ത കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കായംപൊടി, ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഞാനിപ്പോൾ സ്പൂണൊക്കെ മാറ്റി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തു. എന്നാലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ.
ഇത് വടയാക്കി എടുക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് കൈ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിന് വടയ്ക്ക് വേണ്ട വലിപ്പം അനുസരിച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈൻ്റെ ഉള്ളിൽ വെച്ച് ഉരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ തള്ളവിരൽ വെച്ചൊന്ന് നടുവിൽ കുഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വടയുടെ ഷേപ്പിൽ കിട്ടും. ഇത് പതുക്കെ നമ്മൾ മീഡിയം സൈസിൽ ചൂടാക്കിയിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉഴുന്നുവട നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമാണ് എപ്പോഴും വെക്കേണ്ടത്. തീ ഒരുപാട് കൂടിപ്പോയാൽ പുറം ഭാഗം മാത്രം മൊരിയുകയും ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. പിന്നെ അല്പസമയം കഴിഞ്ഞ് ഒരു ഭാഗം ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പാകമാവുമ്പോൾ ഉഴുന്നുവട നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഈവനിങ് സ്നാക്കായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.